ക്ലാസ്മേറ്റ് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ 4th 5th 6th 8 9 10 3 ക്ലാസ്സുകളിൽ ഞങ്ങൾ അഞ്ചൽ ഹൈസ്കൂളിലാണ് പഠിച്ചത്. എന്റെ ക്ലോസ് ഫ്രണ്ടാണ്, ബാല്യകാല സുഹൃത്താണ്. അപ്പോൾ ഞാൻ പിന്നെ വിജയമ്മ ഇതെല്ലാം സ്വന്തം കാര്യമെല്ലാം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിജയമ്മയോട് അടുത്ത് ചോദിക്കുന്നു, വിജയമ്മ സാറിനോട് ചോദിക്കുക അന്ന് വീട്ടിൽ വന്നിട്ട് എന്താ മാറിപ്പോയെന്ന്. അപ്പൊ എന്തുകൊണ്ട് മാറി എന്നുള്ളത് എൻ്റെ ഒരു സംശയമായിരുന്നു. എന്തുകൊണ്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടപ്പെടാനിട്ട്, അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ട്, അതൊന്നും തെളിച്ച് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഇദ്ദേഹം പിന്നെ ഞാൻ നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ അവസാനത്തെ കത്തിൽ എഴുതിയിരുന്നു, വിലാസിനി എഴുതാത്ത പല കാര്യങ്ങളുമുണ്ട്, അത് അവിടെ വന്നപ്പോൾ മറ്റേവർക്കും അറിയാമെന്ന് മനസ്സിലായി. അത് അമ്മയും അറിഞ്ഞു. അങ്ങനെയാണ് അമ്മ ഇത് വേണ്ട എന്ന് പറഞ്ഞത്. വെറുതെ അതിലൊരു സ്വഭാവ ഹത്യ. അതെ അതെ. വിലാസിനി ഞാൻ എഴുതാത്ത കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ, അച്ഛൻ 2ാമത് വിവാഹം കഴിച്ചതാണ് എൻ്റെ അമ്മയെ. അച്ഛൻ്റെ ആദ്യത്തെ വിവാഹം അച്ഛൻ്റെ അമ്മാവൻ്റെ മകളാണ്. ആ വിവാഹം അച്ഛനെ നിർബന്ധിച്ച് ചെയ്യിച്ചതാണ്. അവർക്ക് ഇച്ചിരി ഡിഫക്റ്റ് ഉള്ള ഒരു സ്ത്രീയായിരുന്നു. അപ്പോൾ ആ വിവാഹം നടക്കുന്നതിൻ്റെ അന്ന് അച്ഛൻ പറഞ്ഞ്, എനിക്ക് വേണ്ടുന്ന പെണ്ണിനെ ഞാൻ കല്യാണം കഴിക്കുമെന്ന്. അപ്പൊ അമ്മയെ അങ്ങനെ കല്യാണം കഴിച്ചതാണ്. അപ്പൊ ഇദ്ദേഹത്തിന് ഞാൻ സമ്മതം മൂളിയെന്ന് അമ്മയോട് പറഞ്ഞപ്പോ അമ്മ ആദ്യം ചോദിച്ചത് അതാണ്, എടീ നീ 2ാം വിവാഹത്തിലുള്ള മകളാണെന്ന് നീ അറിയിച്ചോന്ന് ചോദിച്ചു അദ്ദേഹത്തെ. ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞു. അതെന്താ അറിയിക്കാഞ്ഞ്? ഞാൻ പറഞ്ഞു അതൊരു ഡിസ്ക്വാളിഫിക്കേഷൻ ആയിട്ട് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് അറിയിച്ചില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ച അമ്മയോട് ചോദിച്ച അതെന്താ മോശമാണോ അമ്മ? അതൊന്നും അല്ല, മോശമൊന്നുമല്ല. ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് എഴുതിയിരുന്നോ? ഞാൻ എഴുതിയില്ല. ഇവർക്ക് ഈ സാനുമാഷിനെ ഇദ്ദേഹം എനിക്ക് എഴുതിയിരുന്നു കുടുംബ പശ്ചാത്തലത്തെ പറ്റിയൊക്കെ ചില അന്വേഷണങ്ങൾ ഉണ്ടാകുമെന്ന് എന്ന് പറഞ്ഞതേ ഉള്ളു. ആര് മുഖാന്തിരം അന്വേഷിച്ചെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പിന്നെ 10-20 കൊല്ലപ്പോൾ കഴിഞ്ഞപ്പോൾ സാനുമാഷ് പറയുന്നു, അദ്ദേഹം വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, അന്ന് കൊല്ലത്തുള്ള ഒരു വിശ്വംഭരനോ എന്നോ മറ്റോ പേരുള്ള ഒരു സാറിന് സാനുമാഷ് എഴുതി, അദ്ദേഹത്തിന് പരിചയമുള്ള ആർക്കോ എഴുതി. അങ്ങനെ എന്നെ പറ്റിയുള്ള വേറെ ബോക്സ് ഡീറ്റെയിൽസ് എല്ലാം അവർ കളക്ട് ചെയ്ത് ഒരു 3-4 പേജ് ഉണ്ടായിരുന്നത് സാനുമാഷ് എടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് അതിലുണ്ടാകും ഈ 2ാം വിവാഹത്തിന്റെ കാര്യം. അതൊന്നും എൻ്റെ അടുത്ത് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. ഞാൻ ബോധപൂർവം മറച്ചതൊന്നുമല്ല. ഇതിന് ശേഷം എപ്പോഴെങ്കിലും അഴീക്കോട് മാഷെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അത് ഞാൻ പട്ടാമ്പിയിലെത്തിയതിനു ശേഷം. എന്തായിരുന്നു, ഒഴിഞ്ഞു മാറുകയായിരുന്നോ? അല്ല, പട്ടാമ്പിയിലെത്തിയെന്ന് വെച്ചാൽ ഞാൻ അവിടെ MA ഉണ്ട്, പട്ടാമ്പിയിലെ മലയാളം MA ഉണ്ട്. അപ്പൊ MA വൈവ ബോർഡിന്റെ ചെയർമാനാണ് ഇദ്ദേഹം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയില് പ്രൊഫസറായിട്ടിരിക്കുകയാണ്. PVC സ്ഥാനത്ത് നിന്നൊക്കെ ഇറങ്ങിയിട്ട് വീണ്ടും പ്രൊഫസറായിരിക്കുന്ന സമയമാണ്. അപ്പോൾ വൈവ ബോർഡിലെ മെമ്പേഴ്സ് എല്ലാം കൂടെ താഴെ വന്ന് നിന്നു. താഴെ കാറ് വരുന്ന ശബ്ദം കേട്ടിട്ട് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്, സ്റ്റാഫ് റൂം 2ാമത്തെ നിലയില്ല. സ്റ്റാഫ് റൂമിൽ നിന്ന് സാറാ ജോസഫ്, ദേശമംഗലം രാമകൃഷ്ണൻ, VP ശിവകുമാർ, സാവിത്രി, അങ്ങനെ എല്ലാവരും ഇറങ്ങി താഴേക്ക് ഓടി. കാരണം ഇവരെ സ്വീകരിക്കാൻ വേണ്ടി. ഞാൻ മാത്രം എൻ്റെ സീറ്റിൽ ഇങ്ങനെ ഒരു മൂലയ്ക്ക്, എൻ്റെ സീറ്റിൽ ഞാൻ തനിയെ ഇരുന്നു. അപ്പൊ താഴെ ഇറങ്ങി സ്വീകരിക്കാൻ നിന്നവരൊക്കെ അവിടെ നിൽക്കുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് ഇദ്ദേഹം സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വന്നിട്ട് ആദ്യം കാണുന്ന മുറി ഈ സ്റ്റാഫ് റൂമാണ്. അവിടാണ് വൈവൈക്ക് അറേഞ്ച് ചെയ്തതെന്ന് വിചാരിച്ച് നേരെ ആ റൂമിലേക്ക് അങ്ങ് കയറിയപ്പോൾ ഞാൻ അവിടെ എൻ്റെ കസേരയിൽ അങ്ങനെ ഇരിക്കുന്നു. ഇതുപോലെ ഞാൻ അനങ്ങാൻ പോയില്ല, എണീറ്റതും ഇല്ല, അനങ്ങിയതും ഇല്ല. അപ്പൊ ഇദ്ദേഹം സ്വയം ആത്മകഥം ചെയ്തിട്ട് ഇവിടെ അല്ലേ എന്ന് ചോദിച്ചിട്ട് സ്വയം അങ്ങ് തിരിച്ച് ഇറങ്ങി. അടുത്ത മുറി ലൈബ്രറി, അതിനടുത്ത മുറി പ്രൊഫസറുടെ റൂമിലേക്ക് പോയി. പ്രൊഫസറുടെ റൂമിലായിരുന്നു അറേഞ്ച്മെന്റ്സ്. അപ്പൊ പിന്നെ കുട്ടികളെല്ലാം വൈവായ്ക്ക് തയ്യാറായി നിന്ന കുട്ടികളൊക്കെ ഇന്റർവ്യൂവിന് ഇവരുടെ അടുത്തേക്ക് പോയി. അപ്പൊ ശിവകുമാർ എന്ന് പറഞ്ഞു, പുള്ളി ഒന്നും മിണ്ടുന്നില്ല, മൗനമായിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. ആ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾക്ക് സ്റ്റാഫിന് പിറ്റേ ദിവസം ശനിയാഴ്ച വർക്കിംഗ് ഡേ അല്ല. അപ്പൊ പിറ്റേ ദിവസം ഞങ്ങൾക്ക് ഈ വരുന്ന പാർട്ടികളെ നമ്മളൊന്ന് ആദരിക്കണമല്ലോ, അതിനുവേണ്ടി ഒരു ടീ പാർട്ടി അറേഞ്ച് ചെയ്തു. വൈകുന്നേരം 4 മണിക്ക് ടീ പാർട്ടി അറേഞ്ച് ചെയ്ത് പ്രൊഫസറുടെ റൂമിൽ തന്നെ. ഇദ്ദേഹം അതിന്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും പറഞ്ഞു നമുക്ക് എല്ലാവർക്കും പോകാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വരണമെന്ന് ഇങ്ങനെ ശിവകുമാറിനോടൊക്കെ ചോദിച്ചു. വിലാസിനി വരണം, എന്താ വന്നുകൂടാത്തത്? അപ്പോഴത്തേക്ക് എന്റെ കൈയൊക്കെ അങ്ങ് തണുത്തങ്ങ് മരവിച്ചു, ഐസ് പുള്ളിയായി. അപ്പൊ മുമ്പേ സാവിത്രി, 2ാമത് സാറാ ജോസഫ്,
മൂന്നാമത് ഞാൻ. ബാക്കി എല്ലാവരും അവിടെ ഉപവിഷ്ടരായിരിക്കുകയാണ്. വന്ന മെമ്പേഴ്സും കോളേജിലുള്ള മെയിൽ മെമ്പേഴ്സും എല്ലാവരും. ഞാൻ റൂമിലേക്ക് കയറിയതും അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. അദ്ദേഹം അസൽ മഞ്ഞ നിറമായി. ഇങ്ങനെ ഒരു മനുഷ്യൻ വിളറി മഞ്ഞ നിറമാകുന്ന എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് യാതൊരു സംശയവുമില്ല ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം ഇദ്ദേഹത്തിനാണെന്നുള്ളതിന്. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ തൻ്റെ കുറ്റബോധമാണ് ആ വിളർച്ചയായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. ഞാൻ അവിടെ ഇരുന്ന് കാപ്പി കുടിച്ചിട്ട് ഞങ്ങൾ സ്ത്രീകൾ 3 പേരും മുൻപേ ഇറങ്ങി ഞങ്ങളുടെ റൂമിലേക്ക് പോരുന്നു. ഒരു വൈവ ബോർഡ് മെമ്പേഴ്സ് എല്ലാം പോയി. പിറ്റേ ദിവസം ഞാൻ കോളേജിൽ പോയില്ല. അതിനുശേഷം പട്ടാമ്പിയിൽ ഒരു സംസ്കൃത സെമിനാർ അറേഞ്ച് ചെയ്തു. 3 ദിവസത്തെ സെമിനാറാണ്. സംസ്കൃത ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിലാണ്. എല്ലാ കോളേജിൽ നിന്നും ടീച്ചേഴ്സിനെയൊക്കെ വിളിച്ചിട്ട് വളരെ ഗംഭീരമായ ഒരു പരിപാടിയായിരുന്നു. കോളേജിന് 3 ദിവസം ഹോളിഡേ ആയിരുന്നു. അന്ന് ഇദ്ദേഹത്തെ പാശ്ചാത്യ സാഹിത്യ ദർശനത്തെ പറ്റി സംസാരിക്കാനുള്ള ഓരോരോ സെമിനാറല്ലേ, ഓരോരോ യോഗങ്ങളാണ്. അതിൽ പാശ്ചാത്യ സാഹിത്യ ദർശനത്തെ പറ്റി സംസാരിക്കാനുള്ള ആ ഒരു സെമിനാറിന്റെ അധ്യക്ഷനായിട്ട് ഇദ്ദേഹം, പിന്നെ കുഞ്ചുണ്ണി രാജയുണ്ട്, വേറെ പ്രഗത്ഭനായ കുഞ്ചുണ്ണി രാജ, പിന്നെ ഡോക്ടർ KN തരകൻ, അത് അദ്ദേഹത്തിന്റെ ഇടതും വലതുമായിട്ടിരിക്കുകയാണ്. അപ്പൊ ആ മീറ്റിങ്ങില് ഏറ്റവും ഫ്രണ്ടിലായിട്ട് സദസ്സിൽ ഞാനും സാറാ ജോസഫും കൂടെ പോയിരുന്നു. അപ്പൊ കർട്ടൻ ഉയർന്നപ്പോ വേദിയിലിരിക്കുന്നവര് സദസ്സിലിരിക്കുന്നവരെ കണ്ട് ഇദ്ദേഹം പ്രസംഗിക്കാൻ എഴുന്നേറ്റ്. അന്ന് പട്ടാമ്പി നേർച്ചയുടെ ദിവസമാണ്. പട്ടാമ്പി നേർച്ച എന്ന് പറഞ്ഞൊരു ഉത്സവമാണ്. അതിൽ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും കൂടെ ചേർന്നുള്ള ഉത്സവമാണ്. അതിൽ 60 ആനകളൊക്കെ പങ്കെടുക്കും. അപ്പൊ ഇദ്ദേഹം സംസാരിക്കാൻ എഴുന്നേറ്റിട്ട് പറഞ്ഞ, ഞാനിവിടെ വന്നപ്പോൾ ഇന്ന് പട്ടാമ്പി നേർച്ചയാണ്. ഞാനിവിടെ വന്നപ്പോൾ പല ആളുകളും എന്നോട് ചോദിച്ചു, പട്ടാമ്പി നേർച്ചയിൽ പങ്കെടുക്കാൻ വന്നതാണ്. ഞാൻ പങ്കെടുക്കാൻ വന്നതും ഒരു നേർച്ചയിലാണ്. ഞാൻ പങ്കെടുക്കാൻ വന്ന നേർച്ചയിൽ സഹിനിൽ പോലും കാണാത്തത്ര ഔന്നത്യമുള്ള ആനകൾ എൻ്റെ വലതും ഇടതും മുൻപിലുമായിട്ടിരിക്കുന്നു. ഒട്ടനെ സാറാ ജോസഫിന് പിടികിട്ടി. എൻ്റെ ചെവിയിലായിട്ട് പറഞ്ഞു, വിലാസിനി ടീച്ചറെ, വാക്കുകൾക്ക് മുനയുണ്ടല്ലോ. ഞാൻ പറഞ്ഞു വളരെ. എന്നിട്ട് പിന്നെ പ്രസംഗം ഒന്ന് തുടങ്ങിയപ്പോൾ മുഴുവനും ചിന്താവിഷ്ടയായ സീതയിലെ കാര്യങ്ങളാണ്. പാശ്ചാത്യ സാഹിത്യ ദർശനത്തിന്റെ അടിതെറ്റിയിട്ട്. എന്നിട്ട് രാമന്റെ എല്ലാ തെറ്റുകളോടും പൊറുക്കാൻ സീതയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതാണ് അതിവിസ്തൃത ദേശകാലജ സ്ഥിതിയാൽ നീതി വിഭിന്നമാകിലും ക്ഷിതിനാഥ പരാർത്ഥ ജീവികൾക്ക് എതിരില്ലാത്ത നിദർശനം ഭവാൻ എന്ന ശ്രീരാമനെ ഏറ്റവും ഔന്നത്യത്തിലിരുത്തി സീതയെ ആദരിക്കാൻ കാരണം ഇതുപോലുള്ള ഒരുപാട് പരാമർശങ്ങൾ. കുമ്പസാരമായിരുന്നു. അപ്പൊ ഞങ്ങളുടെ മെയിൽ മെമ്പേഴ്സ്, അധ്യാപകരൊന്നും ആ പ്രസംഗം കേൾക്കാൻ എത്തിയിരുന്നില്ല. പിറ്റേ ദിവസം ഞാനും സാറാ ജോസഫും ഹോസ്റ്റലിലാണ്. ഞങ്ങൾ 2 പേരും ഹോസ്റ്റലിൽ നിന്ന് കോളേജിലെത്തിയപ്പോൾ ശിവകുമാർ സാറയോട് ചോദിച്ചു, സാറേ ഇന്നലെ പ്രസംഗം കേൾക്കാൻ പോയോ? പോയി. ഞങ്ങൾ 2 പേരും, ഞാനും വിലാസൻ ടീച്ചറും പോയി. അഴീക്കോടിന്റെ പ്രസംഗം എങ്ങനെയിരുന്നു? പ്രസംഗം മുഴുക്കെ ഒരാൾക്ക് വേണ്ടിയായിരുന്നു എന്ന് സാറാ. ടീച്ചർ ഇപ്പോഴും കരുതുന്നുണ്ടോ ഇദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടാവുന്നു? യെസ്, ഐ ആം വെയിറ്റിംഗ്. ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഈ നീതി ഉള്ളതല്ല. വളരെയധികം നന്ദി വർത്തമാനത്തിൽ പങ്കെടുത്തതിന്.